ഇന്ന് നമുക്ക് ഒരു ഔഷധ സസ്യം എന്ന നിലയിൽ കറ്റാർ വാഴയെക്കുറിച്ച് ഒരു പരിശോധന നടത്താം. കറ്റാർ വാഴയെക്കുറിച്ച് പരിശോധന നടത്താമെന്ന് പറയാൻ കാരണം, കറ്റാർ വാഴ സമൃദ്ധമായി മിക്കവാറും വീടുകളിൽ സൗന്ദര്യത്തിന് വേണ്ടി ചെടികൾ വീട്ടുമുറ്റത്ത് സൗന്ദര്യത്തിന് വേണ്ടി പോലും കറ്റാർ വാഴ നട്ടു പിടിപ്പിക്കാറുണ്ട്. അത് യഥേഷ്ടം നമുക്ക് കിട്ടുന്നതാണ്. എവിടെയും കിട്ടും. അങ്ങാടിയിൽ പോയാൽ 10 രൂപ കൊടുത്താൽ 1 കിലോ കറ്റാർ വാഴ കിട്ടും. അപ്പോൾ കറ്റാർ വാഴക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ ശാസ്ത്രീയ നാമം അലോവേര എന്നാണ് കറ്റാർ വാഴയുടെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ കറ്റാർ വാഴ അറിയപ്പെടുന്നത് ഗ്രഹകന്യ എന്നാണ് കറ്റാർ വാഴ അറിയപ്പെടുന്നത്. പൊതുവിൽ സ്ത്രീരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഔഷധമായാണ് കറ്റാർ വാഴ കണ്ടുവരുന്നത്. കുമാര്യാസവം പോലുള്ള ആസവങ്ങളിൽ സ്ത്രീരോഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ആസവമാണ് കുമാര്യാസവം. അത് കറ്റാർ വാഴ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കറ്റാർ വാഴയെക്കുറിച്ച് വളരെ ഫലപ്രദമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് നമ്മുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പകർന്നു കൊടുത്ത് അവരെ സഹായിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കറ്റാർ വാഴ ശരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ടാക്കുന്നൊരു മരുന്ന് കൂടിയാണ്. വളരെ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കുന്ന മരുന്നാണ്. അത് HIV, എയ്ഡ്സ് രോഗികൾക്ക് അവരുടെ ആയുസ് നീണ്ടുകിട്ടാൻ, ശരീരത്തിൽ പ്രതിരോധം വർദ്ധിച്ച് ആയുസ് നീണ്ടുകിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്ന് കറ്റാർ വാഴനെ കൊണ്ടുണ്ടാക്കാൻ കഴിയുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതൊന്ന് വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ്. ചിറ്റമൃത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വള്ളിയായി പടർന്നു കയറുന്നതാണ്. ആ ചിറ്റമൃതിൻ്റെ വള്ളി പറിച്ച് ഇടിച്ച് നീരെടുത്ത് 30 മില്ലി നീരെടുക്കുക. ചിറ്റമൃതിൻ്റെ നീര് 30 മില്ലി എടുക്കുക. കറ്റാർ വാഴേൻ്റെ നീരും 30 മില്ലി എടുക്കുക. അതിൻ്റെ കൂടെ 5 ഗ്രാം അമുക്കുരം, നമ്മൾ ഈയിടെ ചർച്ച ചെയ്തിരുന്ന അമുക്കുരത്തിനെ കുറിച്ച്, അശ്വഗന്ധ എന്ന് പറയുന്ന 5 ഗ്രാം അമുക്കുരം ചേർക്കുക. ഇങ്ങനെ രാവിലെ വെറും വയറ്റിൽ തുടർച്ചയായി കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് അതിശക്തമായ പ്രതിരോധം ഉണ്ടാവുകയും HIV രോഗികൾക്ക് മറ്റു പല രോഗങ്ങളിൽ നിന്നും അനുബന്ധ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വളരെ സഹായകമാകും. ദീർഘായുസ് കിട്ടാനും സാധ്യത ഉള്ളതാണ്. ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല. പിന്നെ ആളുകൾക്ക് താല്പര്യമുള്ള മറ്റൊരു കാര്യം പറയാം. ഇത് HIV രോഗമൊന്നും ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ളതല്ലല്ലോ. താല്പര്യമുള്ളൊരു കാര്യം പറയാം. നിങ്ങളുടെ തലയിലെ മുടി സമൃദ്ധമായി വളരാൻ, താരനൊക്കെ നശിച്ച് മുടി വളരാനുള്ള ഒരു രീതി പറയാം. ഒരു പാത്രത്തിൽ അല്പം ഉലുവ ഇടുക. ആ ഉലുവ മുങ്ങി കഴിയുന്നത് വരെയും കറ്റാർ വാഴപ്പോള നീര് അതിൽ ഒഴിക്കുക. അതിലൊഴിച്ച് ഒരു 2 ദിവസം കഴിയുമ്പം ഈ ഉലുവ മുളക്കുന്ന സമയത്ത് അത് ഉണക്കി പൊടിച്ച് ഏതെങ്കിലും എണ്ണയിൽ ചാലിച്ച് അത് കുളിക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ മുമ്പേ തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ വളരെ സമൃദ്ധമായി മുടി വളരുകയും നിലവിലുള്ള മുടിയുടെ ആരോഗ്യം നിലനിൽക്കുകയും ചെയ്യും. ഇതാർക്കും നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. മുകളിൽ നമ്മൾ കുഴിനഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുഴിനഖത്തിന് കറ്റാർ വാഴയുടെ ചാറും പച്ചമഞ്ഞളും അരച്ച് പുരട്ടിയാൽ കുഴിനഖം മാറുന്നതായി പറയുന്നുണ്ട്. അതും ഫലപ്രദമായൊരു കാര്യം തന്നെയാണ്. കുളിക്കുന്ന സമയത്ത് കറ്റാർ വാഴ ചാറ് തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലയിൽ താരണം നഷ്ടപ്പെടും, മുടിക്ക് ആരോഗ്യം ഉണ്ടാവുന്നതാണ്. പിന്നെ അപ്രതീക്ഷിതമായി നമുക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ
അതും വളരെ പ്രധാനമാണ്. അപ്രതീക്ഷിതമായി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ കറ്റാർവാഴ പോള നെടുകെ പിളർന്ന് ആ പൊള്ളലേറ്റ സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ചാറ് അവിടെ ആ പൊള്ളലേറ്റ ഭാഗം മുങ്ങത്തക്ക വിധത്തിൽ ചാറും അവിടെ മൊത്തം പൂശി വെക്കുക. ഇതിനെക്കൊണ്ട് രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, കറ്റാർവാഴയ്ക്ക് പ്രതിരോധം ഉള്ളത് കൊണ്ട് അവിടെ അണുക്കൾ പ്രവേശിക്കില്ല. പിന്നെ ഈ പൊള്ളിയ സ്ഥലത്ത് വളരെ പെട്ടെന്ന് അണുസംക്രമണം ഉണ്ടാകാനും ഫംഗസും ബാക്ടീരിയകളൊക്കെ കയറാനും സാധ്യതയുണ്ട്. പക്ഷേ കറ്റാർവാഴേൻ്റെ കട്ടിയുള്ള ജെല്ല് ഉള്ളത് കൊണ്ട് അതിനെ അതിക്രമിച്ച് നമ്മളൊരു പ്ലാസ്റ്റർ ഇടുന്ന പോലെ അതിനെ നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ കൈ പൊള്ളിയ ഭാഗത്തിനെ അത് സംരക്ഷിക്കും. അപ്പോൾ അതും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കറ്റാർവാഴ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുമാരി അസുഖം ഉണ്ടാക്കുന്നതിൽ കറ്റാർവാഴ ഉപയോഗിക്കുന്നു. അതുപോലെ ചെന്നിനായകം, മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാകും ചെന്നിനായകം. ചെന്നിനായകം കറ്റാർവാഴയുടെ ജെല്ല് ഉണക്കി എടുക്കുന്നതാണ് ചെന്നിനായകം എന്ന് പറയുന്നത്. അത് വയറിളക്കാൻ, സുഖശോധന ഉണ്ടാവാനൊക്കെ ചെന്നിനായകം ഉപയോഗിക്കും. തീരെ വയറ്റിന്ന് പോകാത്ത ആളുകൾക്ക് ചെന്നിനായകവും ത്രിബലയും കൂടി ചേർത്ത് കഴിച്ചാൽ വളരെ ശക്തമായ വയറിളക്കം ഉണ്ടാവും. വയറ് കഴുകി വൃത്തിയാവുന്നത് പോലെ പോകും. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്. പിന്നെ മറ്റൊന്നും ഉള്ളത്, ഈ ചെന്നിനായകം നമ്മൾ നടക്കുമ്പോഴൊക്കെ വീണിട്ടോ കാലൊക്കെ ഒടിയുക, നീർക്കെട്ടുണ്ടാവുക ഒക്കെ ചെയ്താൽ ചെന്നിനായകം, മുറു, കോഴിമുട്ടയുടെ വെള്ള ഇത് ശരിക്ക് യോജിപ്പിച്ച് അവിടെ തേച്ച് പേസ്റ്റ് പോലെ ആക്കി തേച്ച് പിടിപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നീർക്കെട്ട് പെട്ടെന്ന് പോവും, വേദന പോവും, പഴുപ്പുണ്ടാവുകയും ചെയ്യില്ല. അതൊക്കെ കറ്റാർവാഴയുടെ പ്രതിരോധ ശേഷിയിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കറ്റാർവാഴക്കുള്ള ഗുണമുണ്ട്. വളരെ നിസ്സാരമാണെന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടുമുറ്റത്ത് 1-2 കറ്റാർവാഴ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തീപ്പൊള്ളൽ വന്നാൽ അതിൻ്റെ ഒരു പോളം അരിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ് പുരട്ടി കഴിഞ്ഞാൽ ആ പൊള്ളൽ പിന്നെ വികസിക്കില്ല, അതവിടെ തന്നെ മാറിക്കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. ഒരു കാരണവശാലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ പൈൽസും, രക്തം പോകുന്ന പൈൽസുള്ള രോഗികളും കറ്റാർവാഴ ഉപയോഗിക്കാൻ പാടില്ല. കറ്റാർവാഴ കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധം ഉണ്ടാക്കാൻ കഴിയും. അത് ഞാൻ ആദ്യമേ പറയേണ്ടതാണത്. അത് വളരെ പ്രധാനമാണ്. അതൊന്ന്, നമ്മുടെ വയറ്റിൽ അൾസർ, പുണ്ണ്, അതുപോലെ തന്നെ ഓവർ അസിഡിറ്റി, നെഞ്ചരിച്ചൽ, തൊണ്ട പുകയുന്ന പോലെ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുക അന്നനാളത്തിൽ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ധാരാളമാണ് ഇന്ന്. കാരണം ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് സമയാസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് രാത്രി 12 മണി 1 മണി ഉറങ്ങാനാവും. രാവിലെ 11 മണിക്കാണ് ഉറങ്ങെഴുന്നേൽക്കുക. ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ ജീവിതം കൊണ്ട് വയറ്റിലുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് അസിഡിറ്റി എന്ന് നമ്മൾ പറയും. അത് അൾസർ എന്ന് പറയും, കുടൽ പുണ്ണ് എന്ന് പറയും, അന്നനാളത്തിലുണ്ടാവുന്ന എരിച്ചൽ, പിന്നെ ഇതൊക്കെ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്നത്, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അമിതമായ മദ്യപാനം, പുകവലി ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം 2 ദിവസം ചെയ്താൽ പോരാ, 41 ദിവസം തുടർച്ചയായി ചെയ്യണം. 41 ദിവസം. അതിന് 1 ഔൺസ് കറ്റാർവാഴ നീരെടുക്കുക. 1 ഔൺസ് കറ്റാർവാഴ നീരെടുത്ത് 1 ഔൺസ് തേനും അതിൽ ചേർക്കുക. രണ്ടും കൂടി നന്നായി യോജിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനടി അത് കഴിക്കുക. അങ്ങനെ രാവിലെയും സന്ധ്യയ്ക്കും 2 നേരം അങ്ങനെ കഴിക്കുക. അങ്ങനെ 41 ദിവസം, ഒരു മണ്ഡലക്കാലം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിലുള്ള ഇത്തരം രോഗങ്ങൾ, അൾസർ, അതുപോലെ തന്നെ ഓവർ അസിഡിറ്റി, ഈ ബേണിങ് സെൻസേഷൻ, കുടലിലെ പുണ്ണ്, വായ്പുണ്ണ്, അന്നനാളത്തിലുണ്ടാവുന്ന വ്രണങ്ങൾ, ഇതൊക്കെ ഈ ഒറ്റ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. പക്ഷേ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പാഞ്ഞ് അമിതമായ എരിവ്, അമിതമായ പുളി, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം, ഗർഭിണികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഈ മരുന്ന് ഉള്ള സമയത്ത് ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല.
പൈൽസ് ഉള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും യാതൊരു പ്രയാസമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറയുന്ന കുടൽപ്പുണ്ണടക്കം ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം കൊണ്ട് പൂർണ്ണമായും മാറിക്കിട്ടും. നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു 2 വീതം കറ്റാർവാഴ ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.